ഉദ്ധിതനായ കർത്താവിൻ്റെ ആണിപ്പഴുതുകളിൽ വിരൽ തൊട്ട് അരുമനാഥന്റെ തിരുവിലാവിൽ സ്പർശിച്ച് തൻ്റെ ഗുരുവിനെ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് സാക്ഷിച്ച കർത്തൃശിഷ്യൻ ഗലീലിയക്കാരൻ ദിദിമോസ് എന്ന പേരുള്ള ഭാരതസഭയുടെ അപ്പോസ്തലൻ മാർ തോമാ ശ്ലീഹ. കേരളം നാട്ടുരാജാക്കന്മാരാൽ ഭരിക്കപ്പെട്ട ജാതി വ്യവസ്ഥിതിയും ഉച്ചനീചത്വവും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലം. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷമറിയിച്ച് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കുവിൻ എന്ന ഗുരുവിൻ്റെ കൽപ്പന ശിരസാ വഹിച്ച് AD 52 എഡേസയിൽ നിന്ന് പായ്ക്കപ്പലേറി ഭാരതത്തിൻ്റെ തെക്കൻ പ്രവിശ്യയായ കൊച്ചു കേരളത്തിൽ കൊടുങ്ങല്ലൂരിനടുത്ത് മാലിയേക്കര എന്ന വ്യാപാര തുറമുഖത്ത് കപ്പലിറങ്ങി. മഞ്ഞണിഞ്ഞ മലനിരകളും തിരയും കരയും പരസ്പരം ചുംബിക്കുന്ന കടൽ തീരങ്ങളും ഹരിതാഭമായ ഭൂപ്രകൃതിയും വർണ്ണാഭമായ ആചാരങ്ങളും വിശുദ്ധ ശ്ലീഹായിൽ ആശ്ചര്യമുളവാക്കി. കുരിശു വരച്ച് കുരിശു ധരിച്ച് കർത്തൃവചനവും വഹിച്ച് ശ്ലീഹ അവിടെ നിന്നും തൻ്റെ പ്രേക്ഷിത വേല ആരംഭിച്ചു. തെക്കൻ കേരളത്തിലേക്ക് യാത്ര തിരിച്ച ശ്ലീഹ കൊടുങ്ങല്ലൂർ, പാലയൂർ, കോട്ടക്കാവ്, കൊക്കമംഗലം, നിലയ്ക്കൽ, നിരണം, കൊല്ലം എന്നീ സ്ഥലങ്ങളിൽ 7 ദേവാലയങ്ങളും ഒടുവിൽ തെക്കൻ കേരളത്തിലെ തിരുവിതാംകോട് എന്ന സ്ഥലത്ത് അരച്ചൻ്റെ പള്ളി എന്നറിയപ്പെടുന്ന അരപ്പള്ളിയും സ്ഥാപിച്ചു. നാനാജാതി മതസ്ഥരോട് ക്രിസ്തുമാർഗം ഉപദേശിച്ചു. ജീവന്റെ സുവിശേഷം പഠിപ്പിച്ച ശ്ലീഹ അനേകരെ ക്രൈസ്തവ ദർശനം നൽകി ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യിച്ചു. അല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞ വിഗ്രഹാരാധികൾ അവരുടെ വിശ്വാസം ഉപേക്ഷിച്ച് ക്രിസ്തുമാർഗം കൂടി എന്ന് പറയുന്നതാവും ശരി. തെക്കൻ ഭാരതഭൂമിയിൽ സുവിശേഷം പ്രചരിപ്പിച്ചു നീങ്ങിയ ശ്ലീഹ AD 72 മദ്രാശിയിലെ മൈലാപ്പൂരിൽ വെച്ച് സുവിശേഷ വിരോധികളുടെ കൈകളാൽ രക്തസാക്ഷി മരണം വരിച്ചു. വിശുദ്ധ മാർ തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ സ്മരണ പരിശുദ്ധ സഭ ഭക്തിയാദരവോടെ കൊണ്ടാടുകയാണ്. ശ്ലീഹ തൻ്റെ ചോര ചൊരിഞ്ഞ് നട്ടുനനച്ചു വളർത്തിയ പരിശുദ്ധ സഭ പിന്നീട് 15 നൂറ്റാണ്ടുകളോളം പകലോമറ്റം തറവാട്ടിലെ ആർക്കദിയോക്കന്മാരാൽ നയിക്കപ്പെട്ടു. കച്ചവടത്തിനു വേണ്ടി കോഴിക്കോട് കപ്പലിറങ്ങിയ വാസ്കോഡ് ഗാമയുടെ വരവോടെ വിദേശികൾ ഭാരതസഭയെ അവരുടെ ചൊൽപ്പടിയിലൊതുക്കി റോമൻ ആധിപത്യത്തിന് കീഴിൽ പിടിച്ചുകെട്ടുവാൻ ഒരുങ്ങി. മലങ്കര നസ്രാണികളുടെ അചഞ്ചലമായ സഭാസ്നേഹവും പൈതൃകവും ചോദ്യം ചെയ്യപ്പെട്ട 1599 ഉദയംപേരൂർ സുന്നഹദോസ് ഇതിനെ പ്രതിരോധിച്ച ഉശിരുള്ള മലങ്കര മക്കൾ 1653 തോമസ് അർക്കദിയോക്കന്റെ നേതൃത്വത്തിൽ മട്ടാഞ്ചേരി പള്ളിയുടെ വലിയ കൽക്കുരിശിൽ ആലാത്തുകൾ കെട്ടി അതിൽ മുറുകെ പിടിച്ച് ഞങ്ങളുടെ സന്തതി പരമ്പരകളുള്ള കാലം വരെ റോമൻ അധീശത്വം സ്വീകരിക്കുകയോ വൈദേശിക നേതൃത്വത്തിന് അടിമപ്പെടുകയോ ഇല്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തു. ഇതാണ് ഭാരത ക്രൈസ്തവ ചരിത്രത്തിലെ പ്രസിദ്ധമായ കൂനൻ കുരിശ് സത്യം. അടിമാനുകത്തിൻ കരുത്തുകൾ പൊട്ടിച്ചു കൂനൻ കുരിശിൽ നിന്നുയർന്നൊരു ശബ്ദം. വേണ്ടിനി വൈദേശികാധിപത്യം, വേണ്ടാന്ത്യോക്യതൻ ശീർഷകത്വം. ഞങ്ങൾ മാർത്തോമതൻ പിൻഗാമികൾ, ഞങ്ങളീ മണ്ണിൽ പിറന്ന മക്കൾ. AD 1653 മെയ് മാസം 22 പരിശുദ്ധ സഭയിലെ 12 മുതിർന്ന വൈദികർ കൂടി തോമസ് അർക്കദിയോക്കനെ മാർത്തോമ ഒന്നാമൻ എന്ന നാമം നൽകി വാഴിച്ചു. AD 1665 അന്ത്യോക്യയിൽ നിന്ന് വന്ന മാർ ഗ്രിഗോറിയോസ് അബ്ദുൾ ജലീൽ ഒന്നാം മാർത്തോമായുടെ സ്ഥാനാരോഹണം പൂർത്തീകരിച്ചു. എന്നാൽ മാർത്തോമൻ ഒന്നാമന്റെ സ്ഥാനസാധുതയെ ചൊല്ലിയുണ്ടായ വിവാദം മലങ്കര സഭയിൽ അസ്വസ്ഥത ഉളവാക്കി. സഹായ അഭ്യർത്ഥനയുമായി അന്ത്യോക്യ, പേർഷ്യ, അലക്സാണ്ട്രിയ എന്നിവിടങ്ങളിലേക്ക് കത്തുകൾ അയച്ചു. എന്നാൽ പ്രതികരണം ഉണ്ടായത് അന്ത്യോക്യയിൽ നിന്ന് മാത്രമായിരുന്നു. 1751 മലങ്കരയിലെത്തിയ അന്ത്യോക്യൻ മെത്രാന്മാർ
മാർത്തോമൻ അഞ്ചാമന്റെ പട്ടത്വത്തിൽ ന്യൂനത ആരോപിച്ചു. അദ്ദേഹത്തിന്റെ പിൻഗാമി മാർത്തോമൻ ആറാമനും ഇതേ പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വന്നു. ഇതിനൊരു പരിഹാരമായി അദ്ദേഹം മാർ ദിവന്യാസ്യോസ് എന്ന പേരിൽ മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനം സ്വീകരിച്ചു. പിന്നീടങ്ങോട്ട് വന്ന സഭാതലവന്മാർ മലങ്കര മെത്രാപ്പൊലീത്ത എന്ന പേരിൽ അറിയപ്പെട്ടു പോരുന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭാരതം കീഴടങ്ങിയ കാലം അവിടെ നിന്ന് വന്ന CMS മിഷണറിമാർ ആദ്യകാലത്ത് മലങ്കര സഭയുമായി അടുപ്പം സ്ഥാപിച്ചു. 1814 കോട്ടയം പഴയ സെമിനാരി സ്ഥാപിച്ചപ്പോൾ അധ്യാപകരായി അവർ പ്രവർത്തിച്ചു. പിന്നീട് സഭയിൽ നവീകരണ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ അവർ ശ്രമം തുടങ്ങി. എന്നാൽ 1836 മാവേലിക്കര പുതിയകാവ് പള്ളിയിൽ കൂടിയ യോഗം നവീകരണ ആശയങ്ങളെ തള്ളിക്കളഞ്ഞു. അവിടെയെടുത്ത തീരുമാനങ്ങൾ സഭാചരിത്രത്തിൽ മാവേലിക്കര പടിയോല എന്ന് അറിയപ്പെടുന്നു. 1840 കൊച്ചി പഞ്ചായത്തിലൂടെ ഈ ബന്ധം പൂർണ്ണമായി അവസാനിച്ചു. 1876 ഇഗ്നാത്തിയോസ് പത്രോസ് നാലാമൻ പാത്രിയാർക്കീസ് മുളന്തുരുത്തിയിൽ മലങ്കര അസോസിയേഷൻ വിളിച്ചുകൂട്ടി മലങ്കര സഭയെ 7 ഭദ്രാസനങ്ങളായി വിഭജിച്ചു. 6 മെത്രാപ്പൊലീത്തമാരെ അന്ത്യോക്യയിൽ നിന്ന് ഇവിടെ എത്തിയ പത്രോസ് പാത്രിയാർക്കീസ് ബാവ വാഴിച്ചു. അങ്ങനെ അന്ന് വാഴിച്ചവരിൽ ഒരാളാണ് മലങ്കരയുടെ ആദ്യ പ്രഖ്യാപിത പരിശുദ്ധനായ പരിശുദ്ധ പരുമല മാർ ഗ്രിഗോറിയോസ് തിരുമേനി. മാർ അബ്ദുള്ള പാത്രിയാർക്കീസിന്റെ മുൻഗാമിയായ പരിശുദ്ധ ഇഗ്നാത്തിയോസ് അബ്ദേദ് മിശിഹ പാത്രിയാർക്കീസ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മലങ്കരയിലേക്ക് എഴുന്നള്ളി വന്ന് 1912 സെപ്റ്റംബർ 15 നിരണം പള്ളിയിൽ വെച്ച് പൗലോസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തയെ പരിശുദ്ധ ബസേലിയോസ് പ്രഥമൻ എന്ന പേരിൽ കാതോലിക്കയായി വാഴിച്ചു. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വയം ശീർഷകത്വത്തിൻ്റെയും പ്രതീകമായ കാതോലിക്കറ്റ് സ്ഥാപനം പൂർണ്ണമായി. 1934 കോട്ടയത്ത് നടന്ന മലങ്കര അസോസിയേഷൻ പാസാക്കിയ മലങ്കര സഭയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സഭാ ഭരണഘടന പരിശുദ്ധ വട്ടശ്ശേരിൽ മാർ ദിവന്യാസ്യോസ് തിരുമേനിയുടെ ഭരണപാടവത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും കൈമുതലാണ്. 1934 പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനി കാലം ചെയ്യുന്നിടം വരെ അദ്ദേഹമായിരുന്നു മലങ്കര മെത്രാപ്പൊലീത്ത. മലങ്കര സഭയുടെ ദേശീയതയുടെയും പാരമ്പര്യത്തിൻ്റെയും പൗരാണികതയുടെയും പ്രതീകമായ മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനവും കാതോലിക്ക സ്ഥാനവും സംയോജിച്ചത് 1934 പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവ കാതോലിക്ക ആയപ്പോളായിരുന്നു. പാറുന്നു പീത പതാക ഈ മണ്ണിൽ, പാറുന്നു പാറിപ്പറക്കുന്നു വാനിൽ. 1912 മുതൽ ഈ പരിശുദ്ധ സഭയെ ജീവന് തുല്യം സ്നേഹിച്ച് ഭരിച്ച് നയിച്ചു വളർത്തിയ പരിശുദ്ധ പിതാക്കന്മാരെ ഭക്തിയാദരപൂർവം സ്മരിക്കാം. ശുദ്ധരതാക്കും ദേവേശ പരിശുദ്ധൻ. നേരായി വിളങ്ങിയിടും വിശ്വാസം കാത്തിടുവാനാ ഭാരതസഭയിൽ സ്ഥാപിതമായി സ്വയശീർഷക പൂരിത മർമ്മം അതിശുദ്ധ കാതോലിക്കേ, അതിശുദ്ധ കാതോലിക്കേ. നസറാണികളുടെ അഭിമാനസ്തംഭം മാർത്തോമായുടെ സിംഹാസനപതിയാം ബാവാ. നസറാണികളുടെ അഭിമാനസ്തംഭം മാർത്തോമായുടെ സിംഹാസനപതിയാം ബാവാ. മോർ ബസേലിയോ, മോർ ബസേലിയോ. മലങ്കര സഭയുടെ മോറാനെ, സഭയുടെ ശീലതൻ ബലമേറാൻ പ്രാർത്ഥിച്ചാലും മലങ്കര സഭയുടെ മോറാനെ, സഭയുടെ മലങ്കര സഭയുടെ സിംഹഗർജനം എന്നറിയപ്പെടുന്ന വട്ടക്കുന്നേൽ ബാവ എന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവ നെഞ്ചോട് ചേർത്ത് പരിപാലിച്ച മലങ്കര സഭ.
മലങ്കരയുടെ സൂര്യപ്രഭ എന്നറിയപ്പെടുന്ന മലങ്കരയുടെ മാലാഖ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദിദിയൻ ബാവ. താപസശ്രേഷ്ഠനും പ്രാർത്ഥന വീരനുമായിരുന്ന വലിയ ബാവ എന്ന് ആദരവോടെ വിളിച്ചിരുന്ന മലങ്കരയുടെ ദിവ്യജ്യോതിസ് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ ബാവ. മലങ്കര സഭാനൗക ആടിയുലഞ്ഞ സമീപകാലത്ത് ധീരതയോടെ അമരത്തിരുന്നു നയിച്ച നിർമ്മല മാനസൻ, ജീവനും ജീവിതവും സഭയ്ക്ക് വേണ്ടി സമർപ്പിച്ച പഴിയും പരിഹാസങ്ങളും പുഞ്ചിരിയോടും നെഞ്ചിറപ്പോടും സ്വീകരിച്ച പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ ബാവ. പൗരുഷമുള്ള നസ്രാണികൾ ഈ മലങ്കര സഭയിൽ ഇന്നുമുണ്ട്. വടക്കുമുണ്ട്, തെക്കുമുണ്ട്. അതുകൊണ്ട് ഇനി ഒരു അടിമത്തം ഇവിടെ വാഴാൻ എന്റെ കാലത്ത് അനുവദിക്കുകയല്ല. ചിലപ്പം എന്റെ ജീവൻ അവസാനിക്കായിരിക്കും വേഗം. അതിനുള്ള വഴിയൊക്കെ കാണുന്നു. ശ്ലീഹായുടെ ശ്ലൈഹിക സിംഹാസനത്തിൽ പ്രൗഢിയോടെ വാണരുളുന്ന പൗരസ്ത്യ കാതോലിക്കയും മലങ്കര മെത്രാപ്പൊലീത്തയുമായ മോറാൻമാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയന്റെ കരുത്തുറ്റ കൈകളിൽ ഈ സഭയുടെ കടിഞ്ഞാൺ എത്തി നിൽക്കുമ്പോൾ ദീർഘവീക്ഷണത്തോടെ ഈ സഭയെ വിശ്വാസ തീഷ്ണതയോടെ കാലാകാലങ്ങളിൽ സധൈര്യം സ്ഥിരതയോടെ നയിച്ച പൂർവ്വപിതാക്കന്മാരുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഭക്തിയാദരവുകൾ സമർപ്പിക്കുന്നു. ഉടലിൽ തൊട്ട ബോധമോടെ എരിവായി മാർത്തോമ ചൊല്ലി കർത്താവിന്റെ ദൈവമങ്ങി നസ്രായൻ സഹിതം നസ്രാണി